ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ന്യൂ ഇയർ വിശേഷമാണ് കേട്ടോ. ന്യൂ ഇയർ കഴിഞ്ഞ് ഒരാഴ്ച ആയി, വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. 2026 എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ പോയത് കരാമയിലാണ്. അവിടെ ദുബായ് ഫ്രെയിമിലെ ഫയർ വർക്കൊക്കെ കാണാനാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ വില്ലയിലുള്ള വേറെ ഫാമിലിയും പിന്നെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരു 7:30 കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. കുറച്ചും കൂടെ ലേറ്റായ നല്ല ട്രാഫിക് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഫയർ വർക്ക് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കരാമയിലുള്ള ദേപ്പുട്ടിലാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് വന്നത്. ദേപ്പുട്ടിൽ ഞാൻ ഒത്തിരി തവണ വന്നിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അവരിങ്ങനെ പുട്ടിൻ്റെ ആ ഒരു ഷേപ്പിലൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ പുട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഒത്തിരി വെറൈറ്റി പുട്ടിൻ്റെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമുക്കവിടെ ഫസ്റ്റ് ഇരിക്കുമ്പോൾ തന്നെ ഒരു കട്ടൻ ചായയൊക്കെ തരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊരു വെറൈറ്റി മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കട്ടൻ ചായയാണ്. ഞാനിങ്ങനെ കട്ടൻ ചായയൊന്നും കുടിക്കാറില്ല, പക്ഷേ ഇവിടുത്തെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫുഡ് പറക്കും തളിക അവരൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഒരു വലിയ ചട്ടിയിൽ ബീഫ് കറി ഉണ്ട്, പിന്നെ ചിക്കൻ്റെ ഐറ്റം ഉണ്ട്, പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ട്. ചിക്കൻ ഫ്രൈഡ്, അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ സലാഡ്സ്, പിന്നെ ബീഫ് വരട്ടിയത്, പിന്നെ കപ്പ, പിന്നെ റൈസ്, ദോശ, പുട്ട്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ ഒരു വലിയ ജഗ്ഗിൽ നമുക്ക് ജ്യൂസും തരും. വാട്ടർമെലൺ ജ്യൂസ് ആയിരുന്നു ഇത്. നമുക്ക് ഒരു 5-6 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സെറ്റാണ് കേട്ടോ അവർ തരുന്നത്. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് പനീർ കറിയും പിന്നെ ദാൽ കറി, പിന്നെ അപ്പം, പൊറോട്ട, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും കൂടെ അഡീഷണലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നടന്ന് പോകണം കേട്ടോ. നമ്മൾ ഉദ്ദേശം ഫ്രെയിമിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് പോയി നിൽക്കാനാണ്. ഫ്രെയിമിൽ ഞാൻ 2ാമത്തെ തവണയാണ് കേട്ടോ ഫയർ വർക്ക് കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷവും ഫ്രെയിമിലായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ ഒരു തവണ റാസൽ കൈമയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഗ്ലോബൽ വില്ലേജിലാണ് കേട്ടോ ഫയർ വർക്ക് കാണാനായിട്ട് പോയത്. ഇപ്രാവശ്യം ഫയർ വർക്ക് മാത്രമല്ല ഡ്രോൺ ഷോയും ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് കഴിഞ്ഞ വർഷത്തേക്കാളും എനിക്ക് തോന്നുന്നു ഒത്തിരി ആളുകൾ കൂടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ഏകദേശം കുറച്ച് അടുത്താണ് കേട്ടോ നിൽക്കാൻ പറ്റിയത്. ഓപ്പോസിറ്റ് സൈഡാണ്. ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് ഡ്രോൺ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. UAE ഫ്ലാഗ്, പിന്നെ ദുബായ് മുനിസിപ്പാലിറ്റി, പിന്നെ ദുബായ് പബ്ലിക് പാർക്ക്, അങ്ങനെയൊക്കെ കുറച്ച് ഡ്രോൺ ഷോ ഫസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദുബായ് ഫ്രെയിം, അങ്ങനെയൊക്കെ ആ ഒരു ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരു 3 മിനിറ്റ് ഏതോ ഒരു ലോകത്ത് നിന്ന് ഫീലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ക്യാമറയിൽ ഇങ്ങനെ എടുക്കുന്നേക്കാളും നമ്മളിങ്ങനെ ആ ഒരു 3 മിനിറ്റ് ആട്ടോ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രെയിമിൽ വെടിക്കെട്ട്. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി. ഞാൻ പിന്നെ കുറച്ച് നേരം ക്യാമറ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ലാസ്റ്റും ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ലാംഗ്വേജും ഇങ്ങനെ ഓരോ കൺട്രീസിലെ ലാംഗ്വേജ് ഇങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. വെടിക്കെട്ട് കഴിഞ്ഞ് നല്ല പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും കാണാൻ നിന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് വരെ കാണാൻ നിൽക്കുകയാണെങ്കിൽ നല്ല ട്രാഫിക് ആവും കേട്ടോ നമുക്ക് തിരിച്ചു വരാനായിട്ട്. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ വെടിക്കെട്ട് കണ്ട തീർന്ന ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കേട്ടോ. നമ്മുടെ കാറ് കുറച്ച് അങ്ങോട്ടാണല്ലോ കിടക്കുന്നത്.
പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നടന്നിട്ട് പോകണം. നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നല്ല റഷും കാര്യങ്ങളുമായിരുന്നു. നമ്മളിങ്ങനെ പിടിച്ചാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.